നെക്സ്റ്റ് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് സ്പാൻഡും അൺസ്പാൻഡ് ഓർഗനൈസേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൺസിഡർ ആൻ എംപ്ലോയി ഫയൽ വിത്ത് 10,000 റെക്കോർഡ്സ് വെർ ഈച്ച് റെക്കോർഡ് ഈസ് ഓഫ് സൈസ് 80 bytes. The file is sorted by the employee number and which is the primary key പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബ്ലോക്ക് സൈസ് എത്ര ബൈറ്റ്സ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ബ്ലോക്സസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 3 ക്വസ്റ്റ്യൻ ആണ്. നോ ഇൻഡെക്സ് ഈസ് യൂസ്ഡ്, സിംഗിൾ ലെവൽ പ്രൈമറി ഇൻഡെക്സ് കണ്ടുപിടിക്കണം, മൾട്ടി ലെവൽ പ്രൈമറി ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ബ്ലോക്ക് പോയിൻ്ററിൻ്റെ സൈസ് 6 bytes ആണെന്നും അവർ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നോ ഇൻഡെക്സ് ആണ്. അതായത് ഇൻഡെക്സ് ഒന്നും യൂസ് ചെയ്യാത്ത സമയത്തുള്ള നമ്മുടെ റെക്കോർഡിൻ്റെ വാല്യൂസ് എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് റെക്കോർഡ്സ് നമ്മുടെ ഫയലിൽ സ്റ്റോർ ചെയ്യുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത് 80 bytes ആണെന്ന് തന്നിട്ടുണ്ട്. ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 512 bytes തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാമല്ലോ. ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഫ്ലോർ വാല്യൂ ഓഫ് B/R. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഫ്ലോർ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, 6.4 ആയതുകൊണ്ട് നമുക്ക് 6 റെക്കോർഡ്സ് പെർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്. കാരണം നമ്മുടെ നമ്പർ ഓഫ് അൺയൂസ്ഡ് സ്പേസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, അൺസ്പാൻഡ് ഓർഗനൈസേഷൻ ആണ്. അൺസ്പാൻഡ് ഓർഗനൈസേഷനിൽ നമ്മൾ അൺയൂസ്ഡ് സ്പേസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ബ്ലോക്ക് നീഡഡ് ഫോർ എ ഫയൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ഫോർ എ ഫയൽ കണ്ടുപിടിക്കണതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സീലി ഫംഗ്ഷൻ ഓഫ് R/BFR ആണ്. അപ്പോൾ R/BFR എന്ന് പറയുന്നത് എന്താ, R എന്ന് പറയുന്നത് 10,000 റെക്കോർഡ്സ് ആണെന്ന് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10,000 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടണ സീലിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് റൗണ്ട് ചെയ്തിട്ട് വേണം വാല്യൂസ് ഫോം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് 1667 ബ്ലോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോ ഇൻഡെക്സിൻ്റെ കേസിലുള്ളത് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംഗിൾ ലെവൽ പ്രൈമറി ഇൻഡെക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിംഗിൾ ലെവൽ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ക്രിയേറ്റ് ചെയ്യണത് ഒരു ഇൻഡെക്സ് ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ എത്ര നേരം നമ്മളതിൽ ഇൻഡെക്സ് ഫയൽ ഉണ്ടായില്ല. അപ്പോൾ ഇനിയുടെ കേസിൽ എന്ത് പറയുന്നുണ്ട്, നമ്മൾ ഇൻഡെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സ് ഫയൽ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ ഇപ്പോൾ ഇതാണ് എൻ്റെ ഇൻഡെക്സ് ഫയൽ ഞാൻ 2 ടേംസ് ആണ് കൊടുത്തിരിക്കുന്നത്, ആദമുണ്ട് ബീമയുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഡാറ്റ ഫയൽ. അപ്പോൾ ഓരോ ഇൻഡെക്സ് നമ്മളെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഡാറ്റ വാല്യൂസ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്. അതായത് പോയിൻ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത് ഇവിടെ ആക്സസ് ചെയ്യണത്. അപ്പോൾ ആദം എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു റെക്കോർഡിലാണുള്ളത്, അതുപോലെ ബീമ എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റ ഫയലാണുള്ളത്. അപ്പോൾ എനിക്ക് എന്താ, ആദം എന്ന് പറയുന്ന ഇൻഡെക്സിനെ ഞാൻ ആക്സസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡാറ്റയിലേക്കും, അതുപോലെ തന്നെ ബീമ എന്ന് പറയുന്നത് ഞാൻ ആക്സസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡാറ്റ ഫയലിലേക്കാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് സിംഗിൾ ലെവൽ ഇൻഡെക്സ്. ഇനി അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എംപ്ലോയി നമ്പർ സിംഗിൾ ലെവൽ ഇൻഡെക്സിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയി നമ്പർ മാത്രമേ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, എൻ്റെ എംപ്ലോയി നമ്പർ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എൻ്റെ എംപ്ലോയി നമ്പർ എന്ന് പറയുന്നത് 50 bytes ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പോയിൻ്റർ സൈസ് എന്ന് പറയുന്നത് 6 byte ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഇൻഡെക്സ് ഫയൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ബ്ലോക്കിംഗ് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മുടെ റെക്കോർഡ് സൈസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന റെക്കോർഡ് സൈസ് ഇനീഷ്യലി എത്രയാണ്, 15 bytes ആണ്. അതിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അസ്യൂമിങ് ബ്ലോക്ക് പോയിൻ്റർ സൈസ് എന്ന് പറയുന്നത് 6 bytes ആണെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, 15 + 6 ആഡ് ചെയ്യുക. അപ്പോൾ 21 bytes കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സിങ് ആഡ് ചെയ്തിട്ടുള്ള ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന സെയിം ഇക്വേഷൻ ഉപയോഗിച്ച് ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് എൻട്രീസ് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻഡെക്സ് എൻട്രീസ് എന്ന് പറയുന്നത് R1 ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫയൽ ബ്ലോക്സ് B ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫയൽ ബ്ലോക്സ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്, 667 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വലൻ്റ് ടു എന്തായിരിക്കും, എൻ്റെ ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് എൻട്രീനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ബ്ലോക്ക് കണ്ടുപിടിക്കാം. നമ്മളിവിടെ കണ്ടുപിടിച്ച പോലെ തന്നെ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചതിന് നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ബ്ലോക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ 70 blocks എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ എന്തെന്ന് ഇൻഡെക്സ് ഫയൽ, പ്രൈമറി ഇൻഡെക്സ് ഫയൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് സിംഗിൾ ലെവൽ പ്രൈമറി ഇൻഡെക്സ്. ഇനി മൾട്ടി ലെവൽ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താ, മൾട്ടിപ്പിൾ ആണ്. അതായത് രണ്ടോ അതിലധികമോ ആയിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താ, 2 level ഇൻഡെക്സ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇവിടെ സെക്കൻഡറി ലെവലും ഉണ്ടാകും, പ്രൈമറി ലെവലും ഉണ്ടാകും, ഒരു ഡാറ്റ ഫയലും ഉണ്ടാകും.
അപ്പോൾ നമുക്ക് എന്താ ഈ ഇൻഡെക്സിൽ നിന്ന് ഈ ഇൻഡെക്സിലേക്ക് ആക്സസ് ചെയ്തു. അതിൽ നിന്ന് എന്ത് ചെയ്യുക, വീണ്ടും എനിക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് എൻട്രീസ് R1 എന്ന് പറഞ്ഞ് കൊടുത്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, സെക്കൻഡ് ലെവൽ ഇൻഡെക്സ് എൻട്രീസ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വണ്ണ്. അപ്പോൾ എന്താ അതെന്ന് പറയുന്നത് R2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എൻ്റെ ഫസ്റ്റ് ലെവലിൻ്റെ ബ്ലോക്ക് B1 ആയിരിക്കും. ഫസ്റ്റ് ലെവലിൻ്റെ ബ്ലോക്ക് B1 എന്ന് പറയുന്നത് എത്രയാണ്, 70 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 70 എൻട്രീസ് എന്ന് എഴുതാം. അതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ ഇൻഡെക്സ് B2 കണ്ടുപിടിക്കുക, ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ എത്ര നമുക്ക് കിട്ടും, 3 ബ്ലോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. ഇനി നമ്മൾ എന്താ സെക്കൻഡറി ലെവൽ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്താ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്താ തേർഡ് ലെവലും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ തേർഡ് ലെവൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ ചെയ്യുക, R3 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ സെക്കൻഡിലുള്ളതാണ്. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 2 ലെവലായിട്ട് ഫോം ചെയ്യും. ഇതൊരു ഫസ്റ്റ് ലെവലായി, ഇതെന്താ സെക്കൻഡ് ലെവലായി. ഇനി എന്താ നമുക്ക് 3 എൻട്രീസ് എന്ന് കിട്ടി. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് തേർഡ് ലെവലിൻ്റെ ഇൻഡെക്സ് ബ്ലോക്ക് B3 കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. അപ്പോൾ 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ടോപ്പിലായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ തേർഡ് ലെവലിൽ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നേക്കണത്, ഒരു ബ്ലോക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ലെവൽ ഇൻഡെക്സ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന അവിടെ ആ 3 ലെവൽസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യണത്, അവിടെ ഇൻഡെക്സ് വാല്യൂ 1 ആയിട്ട് എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ടോട്ടൽ നമ്പർ ഓഫ് എത്ര ബ്ലോക്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ബ്ലോക്കാണ്. അപ്പോൾ B1 B2 B3, അതായത് B1ൻ്റെ വാല്യൂ 70 ആയിരുന്നു, B2യുടെ 3 ആയിരുന്നു, B3യുടെ 1 ആണ്. അപ്പോൾ മൊത്തം 74 ബ്ലോക്സ് ആണുള്ളത്. ഇനി എത്ര ബ്ലോക്സ് ആണ് എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് റെക്കോർഡിക്കലി ആവശ്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ X+1 ആണ്. എൻ്റെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു, ഇവിടെ 3 ലെവലാണ്. അപ്പോൾ 3+1 = 4. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാൻഡ് ആൻഡ് സ്പാൻഡിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കാറുള്ളത്.